അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫ് വ്ളോഗ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ചാലഞ്ചസ്, ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നു മിത്തു ഡയറീസ് എന്നാണ്. എൻ്റെ പേര് മിത്തു. എൻ്റെ പേര് നക്ഷത്ര. പൊന്നു എന്ന് വിളിക്കും. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പൊന്നു മിത്തു ഡയറീസ് എന്ന് പേരിട്ടത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളെല്ലാ വീഡിയോയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ട സപ്പോർട്ട്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എന്ന നിലയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഈ ഏരിയയിൽ എന്തൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടികളെന്നുള്ളതാണ് നിങ്ങൾ യൂഷ്വലി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ, വലിയ പരിപാടിയൊന്നുമില്ല, എന്നാലും ഞങ്ങൾ ഏകദേശം ചെറിയ ചെറിയ കാര്യങ്ങളെന്തും ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് കാണിച്ചു തരാം. അമ്മയെ ഏകദേശം ഒരു 4:15 അപ്പോൾ ഈ 4:15 ഞങ്ങൾ സാധാരണ സർക്കിട്ടിന്, ഇവർക്ക് സ്കൂളുള്ളപ്പോൾ പറ്റത്തില്ല, ഞങ്ങൾ സാധാരണ സർക്കിട്ടിന് ഇറങ്ങുന്നത് ഈ സമയത്താണ്. അപ്പം ഫ്രണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്കൊരു രസമാണ് ഇങ്ങനെ വെറുതെ ഇറങ്ങി നടക്കുന്നത്, അകത്തിരുന്ന് ചടയ്ക്കുമ്പോൾ ഇറങ്ങുന്ന. ഇവിടെയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നത്, ഈ കാട്ടിക്കൂടെ നടന്നു പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിനോദം. നേരായ വഴി അപ്പുറത്തുകൂടെ കിടപ്പുണ്ടെങ്കിലും കാട്ടിക്കൂടെ നടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഹോബി. ഇതിൻ്റെ ഇപ്പുറത്ത് ഫുള്ള് കനാലാണ്. ഇതിൻ്റെ കനാലും അതിന് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ നിറച്ച് പൂവൊക്കെ ഉണ്ട്, കനാലിൽ വെള്ളമില്ല. ഇതിപ്പോൾ വെള്ളമുള്ള സമയമായിരുന്നു, ഇപ്പോൾ സാധാരണ ഈ സമയത്ത് ഇപ്പോൾ വെള്ളം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ ചുറ്റി പറന്ന് നടക്കുന്നു. നിറച്ച് സൈഡിൽ, 2 സൈഡിലൊക്കെ ആയിട്ട് ഇതെന്തോ പൂവാ, ഇതെന്തോ പൂവാന്നറിയാവുന്നവരൊന്ന് പറയണേ. ഈ പൂവ് എന്തുവാന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഈ സൈഡിൽ നിറച്ചുണ്ട്, നിറച്ച് പോച്ചയാണ്. നടക്കാൻ കുറച്ച് പാടാണ്, എന്നാലും ഞങ്ങൾ കുറച്ച് നടന്നെത്തുന്നതായിരിക്കും അല്ലേ പൊന്നു? ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ്. നമുക്കിങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കൂടെ കുഴിച്ച് നടന്നില്ല, സ്കിഡായിട്ട് അപ്പുറത്ത് നടക്കും. അതുകൊണ്ട് ഭയങ്കര ഇതാ, മഞ്ഞൊക്കെ ആയിട്ട് നനഞ്ഞ് കിടക്കും. രാവിലെ ഭയങ്കര സ്കിഡാണ്. ഞങ്ങളങ്ങനെ നടക്കുവാണ്. നടക്കുന്ന ടൈമിൽ സ്ഥലങ്ങളിൽ മാത്രം വെള്ളമുണ്ട്, ബാക്കി സ്ഥലങ്ങളിലൊന്നും വെള്ളം. ഇനിയിപ്പോൾ കുറച്ച് ക്ലിയറാണ്, നമുക്ക് നടക്കാൻ കുറച്ചുകൂടി എളുപ്പം വരും, സുഖമായിട്ട് നടക്കാം. ഞങ്ങളുടെ പരാതി ഇതാ, ഇവിടെ വന്ന് കുറച്ച് നേരം ഈ ഫോണും വീഡിയോ ഒക്കെ എടുത്ത് നടക്കും. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ഇറങ്ങാൻ പോകുമായിരുന്നു, പക്ഷേ ഇറങ്ങൽ നടക്കില്ല, കാരണം വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങുന്നിടം ഞങ്ങൾ കാണിച്ചു തരാം, പക്ഷേ ഇറങ്ങത്തില്ല, കാരണം അത് കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് ആണ് ഇതുവഴിയൊക്കെ പോകാൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പോയിട്ട്, പാടായിരിക്കും എന്നാലും കാണിച്ചു തരാം. വെള്ളമൊന്നുമില്ല, ഇത്ര ഏരിയയിൽ വെള്ളമൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്ന ഈ പടവ് വഴിയാണ്. ഞങ്ങൾ സ്ഥിരം ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ശകലം വെള്ളം ഉണ്ടായിരുന്നപ്പം ഇവിടെ കിടന്നായിരുന്നു ഞങ്ങൾ ഷോ. ഇപ്പം ഇവിടെ വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി. ഞങ്ങൾ സാധാരണ ഇറങ്ങി, ഞങ്ങൾക്ക് വിലക്ക് കിട്ടിയതാട്ടോ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് ഈ എലിപ്പനി സംഭവങ്ങളൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിലക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് നാളിലേക്ക് ശേഷം ഇത് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഏകദേശം 2-3 മാസമായി ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അപ്പച്ചിയുടെ വീടായത്, അപ്പച്ചിയുടെ വീടായതുകൊണ്ട് ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ വന്ന. +2 കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇച്ചിരി നീണ്ട വെക്കേഷൻ കിട്ടി. ഈ വെക്കേഷൻ ഉല്ലസിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. സാധാരണ ഞാൻ ഇവിടെ അങ്ങനെ പോകത്തില്ല, പോകാതിരുന്ന് ഞാൻ വെറുതെ ഒരു കാഷ്വൽ പരിപാടിക്ക് ചാടിങ്ങ് പോന്ന. പക്ഷേ രസമുണ്ട് ഇവിടെ വന്നേ, പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പോകാൻ തോന്നില്ല. കാരണം പിള്ളേരുടെ ബഹളം, കളി, ചിരിയൊക്കെ ആയിട്ട് എനിക്കങ്ങ് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പോവാത്തെ. പിന്നെ പൊന്നൂസിന് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയോണ്ട് എനിക്ക് ചെറിയ ചടപ്പുണ്ട്, കാരണം രാവിലെ ബോറടിയാണ്. ഇവർ വൈകുന്നേരം വരും, പിന്നെ വൈകുന്നേരമൊക്കെ ഒരു 5:30 ആകുമ്പോഴേ പരിപാടി മൊത്തത്തിൽ പഠിത്തം കഴിയത്തുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നും കളിക്കാനില്ല, ഈ രാത്രി പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്ന് എന്തെങ്കിലും സിനിമാ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ച് കുറച്ച് നേരം ഫോണിൽ നോക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ അനിയനുണ്ട്, ഇവിടെ അനിയനാണ് ഞങ്ങളുടെ മെയിൻ നേരം പോക്ക്. അതുകൊണ്ട് പിന്നെ
കുഴപ്പമില്ല. അങ്ങനെ നടക്കുന്നു. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും പറ. അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് എക്സിറ്റ്, നിങ്ങൾ പറയുന്ന പോലെ എക്സിറ്റ് അടിച്ച് പോകുന്ന വഴിയായത്. ഇവിടെ കൂടെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തുള്ളൂ. തിരിച്ച് പോയാൽ നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ അടിച്ച് ഇങ്ങനെ കറങ്ങി ആ റോഡിൽ കൂടെ അപ്പുറം വഴി ചെല്ലും. ഒരു ആൻറ്റിയെ കണ്ടു. പുള്ളിക്കാരി എന്നെ തെറ്റിദ്ധരിച്ചു. കാരണം എൻ്റെ ചേച്ചിക്കും എനിക്ക് ഏകദേശം സിമിലർ ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോയിട്ട് വന്നതാണെന്നാണ് പുള്ളിക്കാരി ധരിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഇപ്പം എവിടെ ആയിരുന്നില്ല, ലണ്ടനിലായിരുന്നല്ലോ ചോദിച്ചോ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ആലപ്പുഴയാണ്, ഞാൻ സാന്ദ്രയല്ല, ഞാൻ മിത്രയാണ്, സിന്ദുരിച്ച ആങ്ങളയുടെ മോളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് കത്തുന്നു കേട്ടോ. ഏകദേശം ഞങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്, പക്ഷേ കണ്ടാൽ കടിച്ച് കയറുന്നേ ഉള്ളൂ. ഏകദേശം സാമ്യമുണ്ട്. അന്ന് ഇതാണ് നമ്മുടെ പാലം. ഈ പാലം കഴിഞ്ഞ് റൊട്ടേറ്റ് അടിച്ചാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പുറം ഇപ്പുറം ഓരോ പാലം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് കറങ്ങി നേരെ ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മുടെ വീട്ടിലെത്തിയാൽ ഏകദേശം നമ്മുടെ ഈവനിങ് വ്ളോഗെന്ന് പറയാനൊന്നുമില്ല. വീട്ടിലെത്തി ഇനി അപ്പുറം ഫോണും നോക്കി മാറിയിരിക്കുക ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗല്ലേ, നമുക്ക് കുറച്ചൊക്കെ ലിമിറ്റ് പിടിച്ച് നമുക്ക് പിന്നെ തിരിയൊക്കെ ആയിട്ടിടാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം വരുത്തും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഞങ്ങളിടും, പക്ഷെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഏകദേശം നമ്മുടെ വീടെത്താറാവുന്നു. നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ വാതിക്കലോട്ട് എത്താറായി. അപ്പോൾ ഈ പൊന്നുവിൻ്റെ അനിയൻ ടിച്ചു, ത്രിലോക് അഭിലാഷ് എന്നാണ് പേര്. ഇവനാണ് ഞങ്ങളുടെ മെയിൻ നേരം പോക്ക്. ഷർട്ടൊന്നുമില്ല നടക്കുക ടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ സാധാരണ ഒരു അതിഥി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരി കാണുന്നില്ല. ഉണ്ട് അവിടെ ഉണ്ട്. ഗേറ്റ് തുറക്കുന്നത് എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പതുക്കെ തുറക്കത്തുള്ളൂ അടച്ചിട്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ അതിഥി ജൂൺ വ്ളോഗ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഇന്ന് വലിയ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരുന്നത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ നിങ്ങൾ ഓരോ കണ്ടൻസ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരണം. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എടുക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങൾ യൂഷ്വലി സംസാരിക്കുന്ന രീതിക്ക് ചെയ്തു പോയതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം.